ഹായ് ഹലോ വെൽക്കം ടു ഫെല്ല ഷോർട്സ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ മദ്രസക്ക് പറഞ്ഞേക്കാനായിട്ട് മുറ്റത്തോട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ പാടത്തൊക്കെ നന്നായിട്ട് കോട മൂടിയ മാതിരി മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളൊക്കെ പോയതിന് ശേഷം ഞാൻ കുറച്ച് നേരം ആ ഒരു പാടത്തേക്ക് നോക്കി കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. ചായയൊക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ട് കുട്ടികളെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിലേക്കുള്ള പുട്ടും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. തലേ ദിവസം നമുക്ക് കുറച്ച് ചെറുപഴം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പുട്ടൊക്കെ ഒന്ന് വേഗം ചുട്ടെടുക്കട്ടെ. കുട്ടികൾക്ക് ഇവിടെ പുട്ടൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഏത് തരം പുട്ടും ഇഷ്ടമാണ്. റാഗി പുട്ട് ഉണ്ടാക്കിയാലും അതിഷ്ടമാണ്. അതുപോലെ തന്നെ ഗോതമ്പ് പുട്ടും നമ്മുടെ നഴ്സറി പൊടി അമൃതപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഞാൻ നമ്മുടെ അമൃതപ്പൊടി വെച്ചിട്ടുള്ള പുട്ടുണ്ടാക്കി കൊടുക്കലുണ്ട്. കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ബസ്സൊക്കെ പോകാനായിട്ടുള്ള വണ്ടി വരും. 6:40 അവരുടെ വണ്ടി വരിക. അപ്പോൾ അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടുക്കളയിലോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ അജിക്കുട്ടൻ എഴുന്നേറ്റിട്ടില്ല. അവൻ ഉറങ്ങുകയാണ്. അവൻ എഴുന്നേറ്റാൽ ഒന്നിനും നമ്മളെ സമ്മതിക്കില്ല കേട്ടോ. അവൻ എൻ്റെ ഒക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു കയ്യിൽ അവനെടുത്തിട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അവന് എണീക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ജോലികളൊക്കെ തീർക്കലാണ്. അപ്പോൾ നമ്മുടെ പുട്ട് ചുടുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വിറകടുപ്പ് ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചോറിനുള്ള വെള്ളം വെക്കാനായിട്ട് കത്തിപ്പിടിക്കാനായിട്ട് കുറച്ച് സമയം എടുത്തെങ്കിലും കത്തിപ്പിടിച്ച് കിട്ടിയാൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കണ്ട കേട്ടോ. നല്ല കട്ട കനലായിട്ട് നമുക്ക് നമ്മുടെ അടുപ്പ് എപ്പോഴും ഏത് സമയത്തും കത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ കുറ്റി പുട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുത്തിയെടുക്കുകയാണ്. ഏതൊരു സാധനവും ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലേ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ചൂടോടുകൂടി കഴിക്കാനായിട്ട്. എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അങ്ങനെ ഞാൻ എൻ്റെ പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണികളൊക്കെ ഒന്ന് കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അടിച്ചു വാരി കഴിഞ്ഞിട്ടാണ് നമ്മൾ അലക്കൽ. അപ്പോൾ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് നമ്മുടെ ലിക്വിഡ് ഒഴിച്ചിട്ട് അതിൽ ഇട്ട് വെക്കുകയാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളില്ല. അപ്പോൾ നമുക്ക് ലഞ്ചൊക്കെ ആക്കം പോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സെന്നുവിന് സ്കൂൾക്ക് ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ നേരത്തെ തന്നെ നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉണ്ടാക്കാനായിട്ട് നോക്കലുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് സാവകാശം കിട്ടിയിട്ടുണ്ട്, ഇന്ന് സ്കൂളില്ലാത്തത് കാരണം. അങ്ങനെ ഞാൻ എൻ്റെ തുണികളൊക്കെ ഇവിടെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിൽ മൊത്തത്തിൽ ഒരുപാട് മരങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നുള്ള ഇലകൾ എന്നും നമ്മുടെ മുറ്റത്തേക്കാണ് വീഴൽ. അപ്പോൾ അതൊക്കെ എന്നും നമുക്ക് അടിച്ചു വാരി ഇടാനായിട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് മഞ്ഞുകാലമൊക്കെ ആകുമ്പോൾ ഇല കൊഴിഞ്ഞ് വീഴാറുണ്ട്. അതേപോലെ തന്നെയാണ് തേക്കിൻ്റെ ഇലകളൊക്കെ നന്നായിട്ട് വീഴാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി എടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ മുറ്റമടിക്കലൊക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുറ്റടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പാടത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നട്ടിട്ടുണ്ടായിരുന്നിട്ടുള്ള പ്ലാവിൻ്റെ തൈയാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ ഇലകളിലൊക്കെ ഒരുപാട് മഞ്ഞൊക്കെ വീണിട്ട് കിടപ്പുണ്ട്. ഇന്നും ഞാൻ എൻ്റെ മുറ്റടിക്കൽ കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പ്ലാവിനെ വന്ന് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ എൻ്റെ ബാക്കി പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യൽ. അതുപോലെ തന്നെ നല്ല മഞ്ഞും കുളിർമയുള്ള ആ ഒരു പാടത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ അതിൻ്റെ കൂടെ കുഴിച്ചിട്ടുണ്ടായിരുന്ന കുറ്റി കുരുമുളകും കൂടി ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വന്നതിന് ശേഷം ഞാൻ പുട്ടും പഴമൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ
വേഗം അലക്കാനുള്ള തുണികളൊക്കെ ഒന്ന് അലക്കിയെടുക്കുകയാണ്. നേരത്തെ നമ്മൾ കുതിർത്ത് ഇട്ടത് കാരണം ഒരുപാട് ചളിയൊക്കെ പോയിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കുത്തി അടിച്ച് തിരുമ്പി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അജുക്കുട്ടൻ ഇതിൻ്റെ ഇടയിൽ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ വേഗം കിടക്കയിന്ന് നമ്മൾ തൊട്ടിയിലിട്ട് മാറ്റിയിട്ട് കുറച്ചും കൂടി നേരം ആട്ടി ഉറക്കിയതിന് ശേഷമാണ് നമ്മൾ അലക്കാനായിട്ട് വന്നത്. അവന് നേരത്തെ എഴുന്നേൽക്കുന്ന ദിവസമൊന്നും, അവന് വാശി പിടിച്ച് അലമ്പായി എഴുന്നേൽക്കുന്ന ദിവസമൊന്നും എൻ്റെ ജോലികളൊന്നും തീരലില്ല കേട്ടോ. അവന് രാവിലെ കുറച്ച് നേരം ഉറങ്ങണ ആ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കൽ. ഇന്ന് നമുക്ക് കുറച്ചധികം അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ തുണികളൊക്കെ ഒന്ന് വേഗം അലക്കിയെടുക്കട്ടെ. നമ്മളിവിടെ മിക്കവാറും ദിവസം കല്ലിൽ തന്നെയാണ് കേട്ടോ അലക്കൽ. എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ കേട്ടോ മെഷീനിലിടൽ. ഇപ്പോൾ എൻ്റെ മെഷീനിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് നന്നാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്നും അലക്കാനുള്ള തുണികൾ അന്നാം തന്നെ അലക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അലക്കി കൊടുന്ന തുണികൾ അന്നാം തന്നെ മടക്കി വെക്കുക. ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.